ഹായ് സ്റ്റുഡൻസ്, നമ്മുടെ ഇന്നത്തെ ക്ലാസ് ലെറ്റർ ടു ദി എഡിറ്ററാണ്. ആരാണ് ഒരു എഡിറ്റർ? നമ്മൾ ഈ ന്യൂസ് പേപ്പറും മാഗസിനൊക്കെ വായിക്കുമ്പോൾ അതിനകത്ത് പല ന്യൂസും ആർട്ടിക്കിൾസും ഒക്കെ വായിക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഇതൊക്കെ പബ്ലിഷ് ചെയ്യാൻ അധികാരമുള്ള ആളാണ് എഡിറ്റർ. എഡിറ്ററാണ് എന്തൊക്കെ ന്യൂസ് അതിനകത്ത് പബ്ലിഷ് ചെയ്ത് ഓരോ വീക്കിലും അല്ലെങ്കിൽ ഓരോ ഡേയ്സിലും എന്തൊക്കെ ന്യൂസ് കറക്റ്റായിട്ട് പബ്ലിഷ് ചെയ്ത് വരണമെന്ന് സെലക്ട് ചെയ്യുന്ന ആളാണ് എഡിറ്റർ. അപ്പം നമ്മൾ ഈ റെഗുലറായിട്ട് ഈ ന്യൂസ് പേപ്പറോ മാഗസിനോ വായിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവരതിനകത്ത് കൊടുത്തിരിക്കുന്ന എന്തെങ്കിലും ഒരു ന്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമേജോ എന്തെങ്കിലും ഒരു ആർട്ടിക്കിളോ ഒക്കെ കണ്ടിട്ട് നമുക്കതിൽ നമ്മുടേതായിട്ടുള്ള അഭിപ്രായം എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എഡിറ്ററിന് ലെറ്റർ എഴുതാം. നിങ്ങൾ ഈ കാര്യം കുറച്ചും കൂടി ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യുക, ഇങ്ങനെയല്ല ഇത് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ആ എഡിറ്ററിന് ഒരു ലെറ്റർ എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റും കാണുന്ന എന്തെങ്കിലും ഒരു സോഷ്യൽ ഇഷ്യൂ, അതെന്തെങ്കിലും ആവാം, ആരെങ്കിലും ബുള്ളിങ് ചെയ്യുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാഫിക് പ്രോബ്ലംസോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സോഷ്യൽ ഇഷ്യൂ, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എന്തെങ്കിലും ഒരു സോഷ്യൽ ഇഷ്യൂ നമ്മളായിട്ട് അത് മറ്റുള്ളവരോട് പറയുകയാണെങ്കിൽ അത് അത്ര കൺവിൻസിങ് ആയിരിക്കില്ല. പക്ഷേ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ന്യൂസ് പേപ്പറിൽ അത് അച്ചടിച്ച് വരികയാണെങ്കിൽ ഒരു പബ്ലിക് അത് കൂടുതലായിട്ട് നോട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ നോട്ട് ചെയ്യിച്ച് ആ ഒരു സോഷ്യൽ ഇഷ്യൂവിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എഡിറ്ററിൻ്റെ ഹെൽപ്പ് എടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എഡിറ്ററിന് എഴുതുന്ന ലെറ്ററാണ് ലെറ്റർ ടു ദി എഡിറ്റർ. ഇനി നമുക്ക് ഈ ലെറ്ററിൻ്റെ ഫോർമാറ്റ് നോക്കാം. ഫസ്റ്റ് വരുന്നത് സെൻഡറിൻ്റെ അഡ്രസ്സാണ്. ലൈൻ ലീവ് ചെയ്തിട്ട് ഡേറ്റ്, ലൈൻ ലീവ് ചെയ്തിട്ട് റിസീവറിൻ്റെ അഡ്രസ്സ്, ഒരു ലൈൻ ലീവ് ചെയ്തിട്ട് സബ്ജക്റ്റ്, അതിനുശേഷം ഒരു ലൈൻ ലീവ് ചെയ്തിട്ട് സല്യൂട്ടേഷൻ ആണോ സബ്ജക്റ്റ് ആണോ ആദ്യം എന്നുള്ളത് ചെറിയ കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. അത് CBSEയുടെ റൂൾ അനുസരിച്ചിട്ട് ഓരോ വർഷവും മാറിക്കൊണ്ടൊക്കെ ഇരിക്കും, സ്ലൈഡ് ചേഞ്ചസ് വരാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇംഗ്ലീഷ് ടീച്ചർ ഇൻസ്ട്രക്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഏതാണ് ആദ്യം എന്നുള്ളത് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നീട് വരുന്നത് ബോഡിയാണ്. ബോഡിയിൽ 3 പാരഗ്രാഫ് ഉണ്ട്. അതിൽ പാരഗ്രാഫ് 1 നമ്മളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതിനുശേഷം എന്തിനാണ് ഈ ലെറ്റർ എഴുതുന്നത് എന്നുള്ള ആ ഒരു പർപ്പസ് വളരെ ബ്രീഫായിട്ട് നമ്മൾ പറയും. പാരഗ്രാഫ് 2 ഈ സോഷ്യൽ ഇഷ്യൂവിൻ്റെ റീസൺസ് എന്തൊക്കെയാണ്, നമ്മൾ എന്തൊക്കെയാണ് കണ്ടിട്ടുള്ളത്, നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ പാരഗ്രാഫ് 2 പറയുന്നത്. പാരഗ്രാഫ് 3 ലെറ്റർ കൺക്ലൂഡ് ചെയ്യണം. കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മൾ എഡിറ്ററിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യണം, ഒന്നില്ലെങ്കിൽ നമ്മൾ അയക്കുന്ന ആ ലെറ്റർ തന്നെ ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യാൻ പറയണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതുന്ന ആ ലെറ്ററിൻ്റെ കണ്ടൻറ്റ് മാത്രം എടുത്തുകൊണ്ട് എഡിറ്റർ അതൊന്ന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഭാഷയിൽ ഈ ഇഷ്യൂ അവതരിപ്പിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു റിക്വസ്റ്റ് പറഞ്ഞുകൊണ്ട് നമ്മൾ ലെറ്റർ കൺക്ലൂഡ് ചെയ്യണം. പിന്നെ അതിനുശേഷം കോംപ്ലിമെൻ്ററി ക്ലോസിങ്, താങ്കിങ് യു എന്ന് എഴുതിക്കൊണ്ട് ഒരു ലൈൻ ലീവ് ചെയ്തിട്ട് യുവേഴ്സ് ട്രൂലി അല്ലെങ്കിൽ സിൻസിയർലി, ഫെയ്ത്ത്ഫുള്ളി എന്നൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം താഴെ സെൻഡറിൻ്റെ നെയിം, എന്തെങ്കിലും ഡെസിഗ്നേഷൻ നമുക്ക് ക്വസ്റ്റ്യനിൽ തരുന്നുണ്ടെങ്കിൽ ആ ഡെസിഗ്നേഷൻ കൂടെ ആഡ് ചെയ്യാവുന്നതാണ് സെൻഡറിൻ്റെ താഴെ. നമുക്കിനി 2 എക്സാമ്പിൾസ് നോക്കാം. First question, our metropolitan cities witness a large number of accidents every day. What do you think is the reason? What can be done to bring down the rate of accidents? Write a letter in 100 to 120 words to the editor of a national daily expressing your concerns and offering solutions to this problem. You are Arun or Aruna, 112 Model Town, Delhi. നമ്മുടെ മെട്രോപൊളിറ്റൻ സിറ്റീസിൽ ആക്സിഡൻസ് ഇങ്ങനെ കൂടി വരികയാണ്. അപ്പോൾ അതെങ്ങനെ പരിഹരിക്കാം, അതിനുള്ള റീസൺസ് എന്തൊക്കെയാണെന്ന് കാണിച്ചുകൊണ്ട് നമ്മൾ ഒരു എഡിറ്ററിന് ലെറ്റർ എഴുതുകയാണ്. അപ്പോൾ ഫോർമാറ്റ് എഴുതിക്കൊണ്ട് പിന്നെ നമുക്ക് കണ്ടൻറ്റിലോട്ട് വരാം. കണ്ടൻറ്റിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിരുന്നു നമ്മളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, പിന്നെ എന്തിനാണ് ഈ ലെറ്റർ എഴുതുന്നത് എന്നുള്ളതിൻ്റെ പർപ്പസ് ഒന്ന് ബ്രീഫായിട്ട് പറയാം. I am Arun, and through the columns of your reputed newspaper, I would like to draw the attention of the general public towards the large number of accidents taking place, especially in the metropolitan സിറ്റീസ്. അപ്പോൾ എപ്പോഴും ഈ ലെറ്റർ ടു ദ എഡിറ്റർ എഴുതുമ്പോൾ ഒരു ഫസ്റ്റ് എങ്ങനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള ആ ഒരു ഫോർമാറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ ത്രൂ ദ കോളംസ് ഓഫ് യുവർ റെപ്യൂട്ടഡ് ന്യൂസ് പേപ്പർ ഐ വുഡ് ലൈക്ക് ടു ഡ്രോ ദ അറ്റൻഷൻ ഓഫ് ദ ജനറൽ പബ്ലിക് ടുവേർഡ്സ്. അപ്പോൾ ആ ഒരു ലൈൻ എല്ലാ ലെറ്റർ ടു ദ എഡിറ്ററിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ആ ടുവേർഡ്സിന് ശേഷം ക്വസ്റ്റ്യനിൽ എന്താണോ തന്നിരിക്കുന്ന ആ ഒരു സോഷ്യൽ ഇഷ്യൂ അത് നിങ്ങളവിടെ അറ്റാച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ ആക്സിഡൻസ് ആയതുകൊണ്ട് ടുവേർഡ്സ് എ ലാർജ് നമ്പർ ഓഫ് ആക്സിഡൻസ്. വേറെ എന്തെങ്കിലും ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടുവേർഡ്സിന് ശേഷം അത് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു സെൻറ്റൻസ് എപ്പോഴും മനസ്സിൽ സെറ്റ് ചെയ്യുക ഇൻട്രൊഡക്ഷനായിട്ട്. സെക്കൻഡ് പാരഗ്രാഫിലാണ് ആക്സിഡൻസിനുള്ള റീസൺസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ആക്സിഡൻസിനുള്ള റീസൺസ് നമുക്ക് നമ്മുടെ കോമൺ സെൻസ് വെച്ച് വളരെ ഈസി ആയിട്ട് എഴുതാവുന്നതാണ്. ഒന്ന് വരുന്നത് ഡ്രൈവറിൻ്റെ സ്പീഡാണ്, പിന്നെ റോഡ്സ് മോശമായതുകൊണ്ട് ആക്സിഡൻസ് പറ്റുന്നുണ്ട്, പിന്നെ ട്രാഫിക് റൂൾസ് ഒബേ ചെയ്യാത്തതുകൊണ്ട്, മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് വണ്ടി ഓടിക്കുന്നത്, പിന്നെ ആൽക്കഹോൾ യൂസ് ചെയ്തിട്ട് വണ്ടി ഓടിക്കുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങളുണ്ട് ആക്സിഡൻസിന് അല്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് സെക്കൻഡ് പാരഗ്രാഫിൽ ചൂണ്ടിക്കാണിക്കാവുന്നതാണ്.
There are a number of reasons for this incessant rise in the number of accidents. The main cause is an adverse increase in driving speed. People do not generally follow the traffic rules. They are always in hurry to reach the destination. Poor infrastructure and excess of traffic conditions of our roads make the drivers impatient and rash. Most of the people these days are under stress, which leads to the loss of concentration. Moreover, drunken driving, distraction like mobile phones, loud music, etc., can also be one of the reasons for the growing number of road accidents. അപ്പോൾ അതിനുശേഷം നമുക്ക് തേർഡ് പാരഗ്രാഫിലോട്ട് വരാവുന്നതാണ്. തേർഡ് പാരഗ്രാഫിലാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത്. കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഈ സോഷ്യൽ ഇഷ്യൂ എങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മുടെ ഒരു സജഷനും പിന്നെ എഡിറ്ററിൻ്റെ അടുത്ത് റിക്വസ്റ്റും ചെയ്യണം. ഈ ഒരു ന്യൂസ് നിങ്ങളുടെ ന്യൂസ് പേപ്പറിൽ കൊടുക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ലെറ്റർ കൺക്ലൂഡ് ചെയ്യുന്നത്. This problem can be overcome by giving stricter punishments for even small violation of the traffic rules. Children should be taught traffic rules at school so that they learn to follow them. Moreover, carpools or public transport should be adopted in order to have lesser traffic on the roads. Carpools എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാറ് ഷെയർ ചെയ്ത് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സിറ്റീസിലൊക്കെ ജോലിക്കൊക്കെ പോകുമ്പോൾ ആളുകൾ കാറ് ഷെയർ ചെയ്ത് യൂസ് ചെയ്യണമെങ്കിൽ അത്രയും ട്രാഫിക് കുറഞ്ഞു കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ കൂടുതൽ ആളുകൾ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ അത്രയും വണ്ടികളുടെ എണ്ണം കുറയാണ് റോഡിൽ. അപ്പോൾ ആക്സിഡൻസും അതിനനുസരിച്ച് കുറയുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സജഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കുകയാണ്. ഐ ഹോപ്പ് യു വിൽ പബ്ലിഷ് ദിസ് ലെറ്റർ ഇൻ യുവർ ന്യൂസ് പേപ്പർ സോ ദാറ്റ് ദ ജനറൽ പബ്ലിക് ബിക്കംസ് അവെയർ ഓഫ് ദിസ് മെനീസ് ആൻഡ് കോപ്പറേറ്റ്സ് അപ്പ് വിത്ത് ദ ട്രാഫിക് പോലീസ് ടു സോൾവ് ദിസ് പ്രോബ്ലം. അപ്പോൾ എപ്പോഴും ഈ ലെറ്റർ ടു ദ എഡിറ്റർ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഐ ഹോപ്പ് യു വിൽ പബ്ലിഷ് ദിസ് ലെറ്റർ ഇൻ യുവർ ന്യൂസ് പേപ്പർ സോ ദാറ്റ് ദ ജനറൽ പബ്ലിക് അവെയർ ഓഫ് ദിസ് മെനേസ്. മെനേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ, ആ ഒരു പ്രോബ്ലം മേക്ക് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ എന്നാണ് അർത്ഥം. അങ്ങനെയുള്ള വേർഡ്സ് ഇപ്പം നമ്മളൊരു പ്രോബ്ലം എന്ന് പറയുന്നതിനേക്കാളും മെനസ് എന്നുള്ള വാക്കൊക്കെ യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടെ ലെറ്ററിൽ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് കോപ്പറേറ്റ്സ് അപ്പ് വിത്ത് ദ ട്രാഫിക് പോലീസ് ടു സോൾവ് ദിസ് പ്രോബ്ലം. അപ്പോൾ നമ്മൾ അതിനുള്ള സജഷൻസൊക്കെ ഈ സോഷ്യൽ ഇഷ്യൂ എങ്ങനെ പരിഹരിക്കാമെന്നുള്ളതിൻ്റെ സജഷൻസൊക്കെ കൊടുക്കുകയാണ്. എന്നിട്ട് താങ്കിങ് യു എന്ന് പറഞ്ഞുകൊണ്ട് യുവേഴ്സ് ട്രൂലി നീ. അപ്പോൾ ഇങ്ങനെ ഈ ലെറ്റർ കൺക്ലൂഡ് ചെയ്യാവുന്നതാണ്. അടുത്ത എക്സാമ്പിൾ നോക്കാം. You come across the photograph given below and are upset to see the cattle blocking the road. In case you try to drive them away, their owners will come running from across the road and punish you with harsh words and even a punch or two. Write a letter to the editor of Hindustan Times, Kasturba Gandhi Marg, advocating the need of a law for the punishment of such owners. അതായത് ചില ഓണേഴ്സ് ഉണ്ട്, അവരുടെ ഈ ഡൊമസ്റ്റിക് ആനിമൽസിനെയൊക്കെ അവരിങ്ങനെ റോഡിലോട്ട് അഴിച്ചുവിടും. അപ്പോൾ അതിങ്ങനെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുകയും അല്ലാന്നുണ്ടെങ്കിൽ ആക്സിഡൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യും റോഡിൽ. നമ്മൾ ഇവരുടെ ഓണേഴ്സിൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അവർ ചിലപ്പോൾ നമ്മുടെ അടുത്ത് ഹാർഷ് വേർഡ്സിലൊക്കെ സംസാരിച്ചിട്ട് അത് പിന്നെ ഒരു ഫൈറ്റിൽ എൻഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ കാറ്റൽസിനെ ഇങ്ങനെ റോഡിൽ അഴിച്ചു വിടുകയാണെങ്കിൽ അതിനെതിരെ ഓണേഴ്സിന് ഒരു നടപടി എടുക്കണം എന്ന് കാണിച്ചുകൊണ്ട് നമ്മൾ എഡിറ്ററിന് ലെറ്റർ എഴുതുകയാണ്. അപ്പോൾ ലെറ്ററിൻ്റെ ഫോർമാറ്റൊക്കെ എഴുതിയതിന് ശേഷം നമുക്ക് ലെറ്ററിൻ്റെ കണ്ടൻറ്റിലോട്ട് വരാവുന്നതാണ്. ഈ ക്വസ്റ്റ്യനകത്ത് സെൻഡറിൻ്റെ നെയിം മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നില്ല. പകരം നമ്മൾ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ആ ഒരു ന്യൂസ് പേപ്പറിൻ്റെ അകത്ത് ആ ഒരു ഫോട്ടോ കണ്ടതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ എഴുതുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ആ ന്യൂസ് കണ്ടതിനെ കുറിച്ചിട്ട് എഴുതുക, പിന്നെ എന്തിനാണ് ഈ ലെറ്റർ എഴുതുന്നത്, അതായത് എല്ലാവരും ഈ ഒരു പ്രോബ്ലം ശ്രദ്ധിക്കണം എന്നുള്ള ആ ഒരു പർപ്പസ് ഓഫ് ദ ലെറ്ററാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ റീസെൻ്റ്ലി ഐ കെയിം അക്രോസ് ദ ഫോട്ടോഗ്രാഫ് ഗിവൺ ഇൻ യുവർ ന്യൂസ് പേപ്പർ കോളം ആൻഡ് വാസ് അപ്സെറ്റ് ടു സീ ദ കാറ്റിൽ ബ്ലോക്കിംഗ് ദ റോഡ്. ഈ ഒരു പോയിന്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ത്രൂ ദ കോളംസ് ഓഫ് യുവർ റെപ്യൂട്ടഡ് ന്യൂസ് പേപ്പർ ഐ വുഡ് ലൈക്ക് ടു ഡ്രോ ദ അറ്റൻഷൻ ഓഫ് ദ ജനറൽ പബ്ലിക് ടുവേർഡ്സ്. അപ്പോൾ മുമ്പത്തെ ലെറ്ററിൽ പറഞ്ഞിരുന്നു ഈ ഒരു ഫോർമാറ്റ് എല്ലാ ലെറ്റർ ടു ദി എഡിറ്ററിലും യൂസ് ചെയ്യുക. ത്രൂ ദ കോളംസ് ഓഫ് യുവർ റെപ്യൂട്ടഡ് ന്യൂസ് പേപ്പർ ഐ വുഡ് ലൈക്ക് ടു ഡ്രോ ദ അറ്റൻഷൻ ഓഫ് ദ ജനറൽ പബ്ലിക് ടുവേർഡ്സ്. അപ്പോൾ മുമ്പത്തെ ലെറ്ററിൽ നമുക്ക് ട്രാഫിക് പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ ടുവേർഡ്സ് ദ ട്രാഫിക് പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ലെറ്റർ ചെയ്തത്. ഇവിടെ ആകുമ്പോൾ കാറ്റൽസ് റോഡ് ബ്ലോക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ടുവേർഡ്സിന് ശേഷം ആ പ്രോബ്ലം നമുക്കവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്.
പിന്നെ സെക്കൻഡ് പാരഗ്രാഫിൽ കാറ്റിൽസ് ഈ റോഡ് ബ്ലോക്ക് ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. All of us are well aware of the fact that traffic in the city has increased and traffic jams are an everyday menace. Stray cattle make the situation worse and probably lead to accidents. When people try to drive them away, their owners who are also wandering nearby come rushing back and pick up a fight. At times, it ends with just harsh words and creates an unpleasant situation. ഇപ്പോൾ കാറ്റിൽസ് റോഡ് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ അത് ട്രാഫിക് പ്രോബ്ലംസും ആക്സിഡൻസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഓണേഴ്സ് വന്നിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അത് എപ്പോഴും ഒരു ഫൈറ്റിലാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ എൻഡ് ചെയ്യുക എന്നൊക്കെയുള്ള ആ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ സെക്കൻഡ് പാരഗ്രാഫിലാണ് മെൻഷൻ ചെയ്യുന്നത്. ഇനി തേർഡ് പാരഗ്രാഫിൽ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം, അപ്പോൾ ഇങ്ങനെ ഈ ഓണേഴ്സിനെതിരെ ഒരു റൂളൊക്കെ ഉണ്ടെങ്കിലാണ് ഇവർ ഇതിനെക്കുറിച്ച് കൂടുതൽ അവെയർ ആവുള്ളൂ എന്നൊക്കെ കാണിച്ചുകൊണ്ടാണ് നമ്മൾ ലെറ്റർ കൺക്ലൂഡ് ചെയ്യുന്നത്. അതിനൊപ്പം തന്നെ എഡിറ്ററിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യണം ഈ ഒരു ന്യൂസ് അവരുടെ ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യാനായിട്ട്. This problem can be overcome by giving stricter punishments for such irresponsible deeds. I request you to highlight this problem in your newspaper and so the general public becomes aware of this menace and will try to solve it. എന്നിട്ട് താങ്കിങ് യു എന്ന് പറഞ്ഞുകൊണ്ട് 1 ലൈൻ ലീവ് ചെയ്തിട്ട് യുവേഴ്സ് ട്രൂലി നെയിം. ഇവിടെ പേര് തന്നിട്ടില്ല, അപ്പോൾ ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ഇമാജിനറി നെയിം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ അവിടെ നെയിം എന്ന് തന്നെ എഴുതാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ലെറ്റർ ടു ദി എഡിറ്റർ എഴുതുന്നത്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. Please like and share and don't forget to subscribe the channel to get notification for new videos.